Hello, welcome back to my YouTube channel. And this is a Duke 250 BS6 2020 മോഡൽ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ അടുത്ത് സെയിലിനെത്തിയ വണ്ടിയായിരുന്നു, പക്ഷേ ഞാൻ ഈ വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. നല്ല വൃത്തിക്ക് പണിതൊരു വണ്ടിയാണ് കേട്ടോ. സംഭവം ഒരു ബ്ലൂ കളറാണെങ്കിലും എല്ലാവരും പറയും ബ്ലൂ ഒരു ലേഡി കളറാണെന്ന് പറയും, പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്ര നല്ല രീതിയിൽ ഈ വണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. എന്നാൽ വണ്ടിയിൽ എന്താ പറയുക, അപ്പൊക്കെ നീറ്റാണ്. നല്ല ബോഡിയിൽ വേറെ അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ നീറ്റായിട്ട് നോക്കുന്ന വണ്ടിയായിരുന്നത്. ഏകദേശം നമ്മളുടെ സെയിലിന് ഇത്തിരി വണ്ടിയാണ്. ഏകദേശം എന്താ പറയുക, ഡ്യൂക്ക് 250 എന്ന് പറയുമ്പം ഏകദേശം 248.6 CC സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു ചെറിയൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇത്ര ചെറിയൊരു എഞ്ചിന് അത്ര നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 29 Nm ടോർക്ക് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ 26 സംതിങ് BHP വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്, അതും 9000 RPM. 9000 RPM 26.5 BHP പവറൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26.5 BHP പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ വണ്ടി നമ്മുടെ എടുത്ത് പായും വണ്ടി. ആ ഒരു രീതിയിലുള്ള വണ്ടിയാണ്. ഏകദേശം 13.4 ലിറ്റർ പെട്രോളിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് കമ്പനി. അതുപോലെ തന്നെ വീലൊക്കെ നോക്കിയേ, വീൽ നല്ല രീതിയിൽ വർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മുടെ ഈ ഇടിമിന്നലാണോ അതോ സംഭവം വേറെന്തോ ആണോ അറിയത്തില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. പറയത്തേക്ക് നമ്മൾ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ ഡ്യൂക്ക് 250 എന്ന് പറയുന്നത്. വലിയ പോരായ്മയായിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ ഞാൻ ഏകദേശം 154 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ വണ്ടി ഓക്കെയാണ്, എനിക്ക് 2 കാലം എത്തുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡ്യൂക്ക് 250 സെലക്ട് ചെയ്യുന്ന ആളുകൾ എന്താ പറയുക, ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. എന്താ ഒന്നും പറയാനില്ല, വണ്ടി അത്ര നീറ്റായിട്ടുള്ള വണ്ടിയാണ്. നത്തിങ് ടു സേ. നെഗറ്റീവായിട്ട് നമുക്കൊന്നും പറയാനില്ല വണ്ടിക്ക്. കാരണം നോർമലി നമ്മളൊരു 390 എടുക്കാൻ പൈസ ഇല്ല, എങ്ങനെയാണെങ്കിൽ നമുക്ക് 250 എടുക്കാം. തീർച്ചയായും നമുക്ക് 250 എടുക്കാം. കാരണം വണ്ടിക്ക് എന്താ പറയുക, മറ്റേത് 390 CC അല്ലെങ്കിൽ 250 CC, അപ്പോൾ എത്ര കുറവായി പോവും, പവർ കുറവാണോ എന്നുള്ളതൊന്നും നിങ്ങൾ തീരെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു വണ്ടിയുടെ പവർ കയറ്റണമെങ്കിൽ, ഫുൾ ടോപ്പിൻ്റെ കയറ്റണമെങ്കിൽ നമുക്കത് ഈ ഒരു ബൈപ്പാസ് ഫുള്ള് വേണ്ടി വരും. ഇതിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസാണ്. ഈ ഒരു ബൈപ്പാസ് ഫുള്ളായിട്ട് വേണ്ടി വരും ഈ ഒരു വണ്ടിയുടെ ടോപ്പ് എൻഡിലോട്ട് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്ര നല്ല രീതിയിൽ എൻജിൻ വർക്ക് ചെയ്യുന്നൊരു വണ്ടിയാണത്. അതുപോലെ തന്നെ BS6 വണ്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യുന്നൊരു ഇഷ്യൂ എന്താണെന്നറിയോ? എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ഡ്യൂക്ക് 250 എടുക്കാൻ പോകുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എല്ലാവരുടെയും BS6 ഡ്യൂക്കിന് നമ്മുടെ ഈ എഞ്ചിൻ്റെ ഹെഡിന് സൗണ്ട് വരുന്നുണ്ട്. ഷോറൂമുകാർ പോലും കൈയൊഴിയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അവർ പറയുന്നത്. കാരണം നോർമലി BS6 വണ്ടിക്ക് ഓൾറെഡി ജനറ്റിക് ഡിസോർഡറാണത്. കാരണം കുറച്ച് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഹെഡ് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഹെഡ് വലിയ രീതിയിൽ കംപ്ലയിൻ്റ് ഇല്ല, ടാപ്പറ്റിൻ്റെയും അതുപോലെ തന്നെ ടൈമിംഗ് ചെയിനിൻ്റെയും ചെറിയൊരു സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ചെറിയ നോയ്സ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടാപ്പറ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ടാപ്പറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഓടിക്കുക. അതാകുമ്പോൾ നമുക്ക് ടൈമിംഗ് ചെയിൻ്റെ ലൈഫ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയുക, വണ്ടിയെ പറ്റി ലക്ഷ്യം പറയാനല്ലോ കേട്ടോ. വണ്ടി എൻ്റെ കയ്യിൽ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. എന്താ പറയുക, അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുടായി പോയിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ഇരുടായി പോയിട്ടുണ്ട്. സംഭവം വണ്ടി ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി വണ്ടി. കാരണം അതുപോലത്തെ ഒരു കളറും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആര് കണ്ടു കഴിഞ്ഞാലും ഒരു എന്താ പറയുക, ഒരു വ്യൂ കിട്ടുന്നൊരു വണ്ടിയാണിത്. ആ ഒരു രീതിയിൽ X3 കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. X3 കിറ്റാണ് ഇത്. നമുക്ക് 390ക്കും 250ക്കും അതുപോലെ ഇപ്പോഴത്തെ BS6 ഡ്യൂക്ക് 200 ചെയ്യാൻ പറ്റിയ X3 കിറ്റാണ് ഇത്. നമ്മുടെ സ്റ്റോക്ക് കിറ്റിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുന്നൊരു സംഭവമാണ് കേട്ടോ അത്. എന്നിട്ട് വലിയ പ്രൈസോ കാര്യങ്ങളൊന്നും വരുന്നില്ല എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ പല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്, ലോ ക്വാളിറ്റി കിട്ടാനുണ്ട്. ഇത് അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റിയാണത്. പിന്നെ ഇപ്പം ആരെങ്കിലുമൊക്കെ ഡ്യൂക്ക് 250 എടുക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, സെക്കൻഡ്സ് വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട്. ഈ വണ്ടി ഓൾറെഡി സെയിലായി കേട്ടോ. ഈ വണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടിട്ട് ഈ വണ്ടിയുടെ ഒരു സ്റ്റോറി എൻ്റെ ഇൻസ്റ്റഗ്രാമിലിട്ടു. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയുടെ താഴെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫുൾ ടൈം സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും. ഏത് വണ്ടി കൊടുക്കാൻ എനിക്ക് ആരയച്ചു തന്നു കഴിഞ്ഞാലും ഞാൻ അപ്പം തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ചെയ്യുന്നത്. ഞാൻ പോസ്റ്റോ റീലോ ഒന്നും ഫസ്റ്റ് ചെയ്യില്ല, സ്റ്റോറിയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. സ്റ്റോറി ഫുൾ ടൈം ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്തിടുക. കാരണം ഈ ഒരു വണ്ടി എനിക്ക് ആൾ അയച്ചു തന്നു, ഞാൻ അന്നേ തന്നെ സ്റ്റോറി ഇട്ടു.
അവിടെ നിന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പം ഈ ഒരു കണ്ണൂരിൽ നിന്നൊരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ആ വണ്ടി പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വണ്ടി പോയിട്ടില്ല. ഓക്കെ, ആ വണ്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഇന്നലെ വൈകിട്ടാകുമ്പോഴത്തേക്ക് എനിക്ക് വണ്ടിയുടെ അഡ്വാൻസ് കിട്ടി, ഫസ്റ്റ് അഡ്വാൻസ് കിട്ടി. അപ്പം ഞാൻ ഇന്ന് തന്നെ പോയിട്ട് വണ്ടി എടുത്തു കൊണ്ടുവന്നു. ഞാൻ ജസ്റ്റ് എന്നെ ആളെ വിളിച്ചിട്ടായിരുന്നു, ഈ ഒരു വണ്ടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് തന്നെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ടുവന്നു. വണ്ടി എടുക്കാൻ പോയപ്പോൾ വണ്ടി പക്കയാണ്, യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫുൾ ചെക്ക് ചെയ്തായിരുന്നു, വണ്ടി പക്കയാണ്. അപ്പം ഈ വണ്ടി ഡെലിവറി എടുക്കാൻ നാളെ രാവിലെ വരും. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മുടെ ഡീലിങ്സ് കാര്യങ്ങളൊക്കെ അത്ര സ്മൂത്ത് ആയിരിക്കും കേട്ടോ. വണ്ടി പക്കയാണ്. വണ്ടിയുടെ സിംഗിൾ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് സ്ക്രാച്ചോ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അത്ര നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആളുടെ വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലെസ് കിലോമീറ്റർ വണ്ടിയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് നോക്കുന്നത്. നമുക്ക് 2020 വെറും 14,000 കിലോമീറ്റർ ഡ്യൂക്ക് 250 കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അതിൻ്റെ അടുത്ത് ഇതിൻ്റെ മുമ്പ് വേറൊരു 250 വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു 250 വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞിട്ട് യൂസേ ഇല്ല വണ്ടിക്ക്. ഈ ഒരു വണ്ടിക്ക് യൂസ് ഇല്ല. ആൾ പറയുന്നത്, ഞാൻ ആളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു കാറുണ്ട്, 2 ബൈക്ക് വേറെയുണ്ട്, പിന്നെ ഈ ഒരു വണ്ടിയുണ്ട്. ആൾ പറയുന്നത് ഒന്നും പിന്നെ നമുക്ക് നോർമൽ യൂസിന് ഈ ഒരു വണ്ടി പറ്റത്തില്ലല്ലോ, കാരണം മൈലേജ് ഷോർട്ടാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല വണ്ടി. എവിടെ റൈഡൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കും, ട്രിപ്പൊക്കെ പോകുമ്പോൾ തന്നെ ഞാൻ വണ്ടി എടുക്കും. അല്ലാണ്ട് നാട്ടിൽ നിന്ന് അങ്ങനെ യൂസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. സംഭവം ശരിയാണ്. ആളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രിപ്പിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. നാട്ടിൽ നിന്ന് എന്തോ റാഷ് ഡ്രൈവോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടില്ല ആളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് യൂസ് ചെയ്ത ഒരാളുടെ വണ്ടിയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാനത് ചെക്ക് ചെയ്ത് ഞാനത് ഉറപ്പ് വരുത്തിയൊരു സംഭവമാണ്. പിന്നെ അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഒക്കെ ഇതുപോലത്തെ നല്ലൊരു ബൈക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നാമത് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു യൂസ്ഡ് ബൈക്ക്, ഇതുപോലെ തന്നെയുള്ളൊരു നീറ്റായിട്ടുള്ള യൂസ്ഡ് ബൈക്ക് എടുക്കാനുള്ള ഒരാളാണ് നിങ്ങൾ. ഇതല്ലെങ്കിൽ മറ്റൊരു വണ്ടി. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 100%. ഞാൻ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഇപ്പം ഇതിന് തന്നെ ഞാൻ അത്യാവശ്യം പുറത്തുള്ളതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറച്ചാണ് ഞാൻ ഈ വണ്ടി കൊടുക്കുന്നത്. അപ്പം ഏകദേശം നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി വീഡിയോയിൽ വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു വണ്ടി എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. വളരെ കിടില വണ്ടിയാണ് കേട്ടോ. കൊണ്ടുപോകുന്നത് എന്തായാലും ലെക്കാണ്, പക്ക നല്ല ലെക്കാണ് വണ്ടി. കാരണം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2020 മോഡൽ, 14,000 കിലോമീറ്റർ വിത്ത് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, അത്ര നീറ്റാണ് വണ്ടി. സോ എവരി വൺ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ എ ഗുഡ് ബൈക്ക്. ഓക്കെ, ബൈ ബൈ.